കേരള സർവകലാശാല തുടങ്ങിയപ്പോൾ വൈസ് ചാൻസലറായിട്ട് ഐൻസ്റ്റീൻ കത്തയച്ചു. ശരിയാണോ? സത്യമാണ്. എന്ത് വലിയ കാഴ്ചപ്പാടാണ്. എന്ത് മാത്രമല്ല, നിങ്ങൾ വേറൊരു കാര്യം, നിങ്ങൾ ഈ രാഷ്ട്രീയക്കാരെയൊക്കെ ഇപ്പോൾ എല്ലാവരും ഒക്കെ കുറ്റം പറയുന്നുണ്ടല്ലോ, ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. ആർ ശങ്കറിൻ്റെ ജീവിത ലക്ഷ്യം എന്തായിരുന്നു അറിയാമോ? ഐൻസ്റ്റൈനെ പോലെ ഒരു സയൻറ്റിസ്റ്റ് ആകണമെന്നാണ്. ഹി വാസ് എ വെരി വെരി ബ്രില്യൻറ്റ് സ്റ്റുഡൻറ്റ്. അല്ലാണ്ട് ഇവിടെ ഏതെങ്കിലും ഒന്നാകണമെന്നായിരുന്നില്ല. താനൊരു വലിയ സയൻറ്റിസ്റ്റായിട്ട് മാറണം എന്നായിരുന്നു ആഗ്രഹം. എൻ്റെ അടുത്ത് പ്രൊഫസർ എം കൃഷ്ണൻ നായർ സാറ് പറഞ്ഞിട്ടുണ്ട്, കൃഷ്ണൻ നായർ സാറ് കേട്ടിരിക്കുന്ന ഏറ്റവും മനോഹരമായ ആശാൻ പ്രസംഗം, കുമാരൻ ആശാനെക്കുറിച്ചുള്ള പ്രസംഗം, സെനറ്റ് ഹാളിൽ ആർ ശങ്കർ 1.5 മണിക്കൂറിൽ നടത്തിയ ഇംഗ്ലീഷ് പ്രസംഗമാണ് എന്ന് പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കൈ കാണിച്ചു തന്നു. കണ്ട, രോമാഞ്ചം കൊള്ളുന്നു എന്ന് പറഞ്ഞ്. സത്യമായിരുന്നത്. പുള്ളിയുടെ ചെറുപ്പത്തിൽ കേട്ടൊരു പ്രസംഗം പുള്ളി ഓർത്തിരിക്കുകയാണ്. അത്ര ബ്രില്യൻ്റ് ആയൊരു സ്പീച്ചായിരുന്നാണ്. അപ്പോൾ ഈ സർ സി പി ഒക്കെ ആയിട്ട് ഇദ്ദേഹത്തിന് നല്ല ബന്ധമായിരുന്നു. കാരണം ഈ ബുദ്ധിയുള്ളവർക്ക് പരസ്പരമുള്ളൊരു ബഹുമാന ബന്ധമുണ്ടല്ലോ, ഒരു വേവ്ലെങ്ത്. അല്ല, സത്യത്തിൽ ഈ ആർ ശങ്കർ സർ സി പി ആയിട്ടുള്ള ബന്ധം എന്നൊക്കെ ഇവർ പറയുന്നില്ലേ, അത് രണ്ട് ബുദ്ധിയുള്ള മനുഷ്യർ തമ്മിലുള്ളൊരു ബന്ധം, സ്വാഭാവികമായ ഒരു ബന്ധം കൂടിയായിരുന്നു, ജൈവ പ്രക്രിയ. അത് പക്ഷേ ഇന്നത്തെ രീതിയിൽ തന്നെ പലർക്കും അത് മനസ്സിലായില്ല. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കുന്നവർക്ക് മനസ്സിലായില്ല, അദ്ദേഹത്തെ എതിർക്കുന്നവർക്ക് മനസ്സിലായില്ല. നമ്മൾ വേണ്ടത്ര അംഗീകരിക്കുകയോ ആദരിക്കുകയോ ശ്രദ്ധിക്കപ്പെടുകയോ ചെയ്യാതെ പോയ ഒരു മഹാപ്രതിഭ എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരാളാണ് ആർ ശങ്കർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.